നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വന്യജീവി ശല്യം തീരുന്നില്ല. മലയോര കാർഷിക മേഖല പ്രതിസന്ധിയിൽ. കൃഷിയിൽ നിന്നും കർഷകർ വിട്ടുനിൽക്കുന്നത് ത്രിതല പഞ്ചായത്തിന്റെ സംഘകൃഷി പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുന്നു. കൂലി വർധനവിനെ ചൊല്ലി തർക്കം. കരുവാരക്കുണ്ടിലെ കിഴക്കേതലയിൽ ചുമട്ടുതൊഴിലാളികൾ സംയുക്തമായി പണിമുടക്കി. 2 ദിവസമായി 20ഓളം തൊഴിലാളികളാണ് പണിമുടക്കുന്നത്. മേഖലയിലെ കലാകായിക മത്സരങ്ങൾക്ക് ഇന്ന് സമാപനമാവും. നിലമ്പൂർ ഉപജില്ലാ കായിക മത്സരം കരുളായി KM ഹയർ സെക്കൻഡറി സ്കൂളിലും വണ്ടൂർ ഉപജില്ലാ കലോത്സവം വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് സമാപിക്കുക. DYFI സംഘടിപ്പിക്കുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം നാളെ. നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി ദിനാചരണം സംഘടിപ്പിക്കുന്നത് ചോക്കാടിൽ. വാർത്തകൾ വിശദമായി. മലയോരത്ത് കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. വന്യജീവികളുടെ ശല്യമാണ് കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുള്ളത്. കാർഷിക മേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നതിന് ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന സംഘകൃഷിയിൽ നിന്നുപോലും കർഷകരും വിട്ടുനിൽക്കുകയാണ്. കാർഷിക മേഖല ഉൾപ്പെടുന്ന മലയോരത്തെ 7 പഞ്ചായത്തുകൾ ഉൾപ്പെടുത്തി രൂപവൽക്കരിച്ച കാളികാവ് പഞ്ചായത്തിന് കീഴിൽ കാർഷിക വൃത്തി ഏറ്റെടുക്കുന്നതിൽ സ്വയം സഹായ സംഘങ്ങൾ വളരെ പിന്നിലാണ്. കാളികാവ് പഞ്ചായത്തിലെ 2 സ്വയം സഹായ സംഘങ്ങൾ മാത്രമാണ് നെൽകൃഷി നടത്തുന്നത്. പന്നിശല്യം രൂക്ഷമായതിനാൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രയാസമാണെന്ന് 2 സംഘങ്ങളും ബ്ലോക്ക് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. കാളികാവ് ബ്ലോക്കിന് കീഴിലുള്ള കരുളായി പഞ്ചായത്തിൽ സ്വയം സഹായ സംഘം വാഴകൃഷി നടത്തുന്നുണ്ട്. അമരമ്പലം പഞ്ചായത്തിൽ തേനീച്ച വളർത്തലും മേശ, കസേര തുടങ്ങിയ സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ജോലിയുമാണ് സ്വയം സഹായ സംഘങ്ങൾ ചെയ്യുന്നത്. ജില്ലയിലെ ഏറ്റവും വലിയ നെൽ വിത്ത് ഉൽപാദന കേന്ദ്രമുള്ള ചോക്കാടിൽ സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. കരുവാരക്കുണ്ട്, എടപ്പറ്റ പഞ്ചായത്തുകളിൽ സ്വയം സഹായ സംഘങ്ങൾ കോഴി, പശു, ആട് തുടങ്ങിയവ വളർത്തുന്ന പ്രവൃത്തിയാണ് നടത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്ക് കാർഷികവും കാർഷികേതര സംരംഭങ്ങൾക്കും വായ്പയായിട്ടാണ് ആദ്യഘട്ടത്തിൽ സഹായം ലഭിക്കുന്നത്. 3 വർഷത്തിന് ശേഷമാണ് സൗജന്യ ആനുകൂല്യം ലഭിക്കുക. കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞാലുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കണക്കിലെടുത്താണ് സംഘങ്ങൾ കാർഷികേതര പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പണം ചിലവഴിക്കുന്നതോടൊപ്പം ജോലിയും കിട്ടുമെങ്കിലും വന്യജീവികളുടെ ശല്യം കടുത്ത പ്രതിസന്ധിയാണ് കാർഷിക മേഖലയിൽ വരുത്തിവെക്കുന്നത്. മലവാരത്തിന് വളരെ താഴെയുള്ള കൃഷിയിടങ്ങളിൽ പോലും പന്നിശല്യം രൂക്ഷമായിട്ടുണ്ട്. പകലിൽ പോലും പന്നികൾ കൃഷിയിടം വിട്ട് പോകാത്തതിനാൽ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രയാസമായിട്ടുണ്ട്. സംഘകൃഷിക്ക് പുറമെ സ്വകാര്യ കൃഷിയിടങ്ങളും കനത്ത വെല്ലുവിളി നേരിടുന്നുണ്ട്. കൊയ്തെടുക്കുവാൻ കഴിയാത്ത രീതിയിൽ പന്നിക്കൂട്ടങ്ങൾ നെൽക്കതിരുകൾ ചവിട്ടിമെതിക്കുകയാണ് ചെയ്യുന്നത്. കാലാവസ്ഥയിലുള്ള വ്യതിയാനത്തെയും വെള്ളക്ഷാമത്തെയും തുടർന്ന് വിവിധ പാടശേഖര സമിതികളും കൃഷിയിൽ നിന്ന് പിന്മാറുകൂടി ചെയ്തിട്ടുള്ളത് മലയോരത്തെ കാർഷിക മേഖലയെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ വിവിധ രീതിയിലുള്ള പദ്ധതികൾ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്നുണ്ടെങ്കിലും ഫലം കണ്ടിട്ടില്ല. വന്യജീവികളുടെ ശല്യം എങ്ങനെ തടയുമെന്നതിനെക്കുറിച്ച് അധികൃതർക്കും വ്യക്തമായ നിർദ്ദേശം നൽകുവാൻ കഴിയുന്നില്ല. നെല്ല്, വാഴ, മരച്ചീനി, ഇടവിളകളായ ചേമ്പ്, ചേന തുടങ്ങിയ കൃഷികളെല്ലാം പന്നി നശിപ്പിക്കുന്നുണ്ട്. മലയോര മേഖലയിലെ സ്കൂൾ ബസ്സുകൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്ന് പരാതി. ഇത്തരം ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് AIYF രംഗത്തെത്തിയിട്ടുണ്ട്. പരിധിയിൽ കൂടുതൽ വിദ്യാർത്ഥികളെ കയറ്റുന്നതിനു പുറമെ അമിതവേഗവും സർക്കാർ നിർദ്ദേശിച്ച യോഗ്യതകളുള്ള ജീവനക്കാരുടെ അഭാവവും വിദ്യാർത്ഥികൾക്ക് ഭീഷണിയാവുന്നുണ്ട്. സർക്കാർ സ്കൂളുകൾ നിർദ്ദേശങ്ങൾ ഒരു പരിധിവരെ പാലിച്ചിട്ടുണ്ടെങ്കിലും എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലെ വാഹനങ്ങൾ സുരക്ഷാ മാനദണ്ഡം പാലിക്കുന്നില്ലെന്നാണ് പരാതി. സുരക്ഷിതമല്ലാത്ത സ്കൂൾ ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് AIYF രംഗത്തെത്തിയിട്ടുണ്ട്. നിയമം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് AIYF ചുള്ളിയോട് ബ്രാഞ്ച് കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് R ശ്രീരംഗനാഥൻ ഉദ്ഘാടനം ചെയ്തു. VK സുനിൽകുമാർ, KEP ഉമ്മർ, K മനോജ്, K ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റായി K സുജിത്തിനെയും സെക്രട്ടറിയായി K ഹുസിയാറിനെയും
വൈസ് പ്രസിഡന്റായി KP യൂനിസിനെയും ജോയിന്റ് സെക്രട്ടറിയായി M മിസ്ബാഹിനെയും തെരഞ്ഞെടുത്തു. കരുളായി KM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ക്ഷേമനിധി പദ്ധതിയായ കനിവിന്റെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അറിവിനൊപ്പം അഭയവും എന്ന ആശയത്തിൽ PTA നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്കുള്ള സാമ്പത്തിക പരാധീനതയില്ല, വിഷമിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുക. വിദ്യാഭ്യാസപരമായിട്ട് അവർക്ക് നോട്ട്ബുക്ക് കൊടുക്കും, പുസ്തകം കൊടുക്കും, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കൂടാതെ അങ്ങനെയുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. അതുകൂടാതെ ആരോഗ്യരംഗത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മെഡിക്കൽ ക്യാമ്പ് നടത്തുക മാത്രമല്ല, അതിനുള്ള ചികിത്സ നമ്മൾ സ്വയം ഏറ്റെടുത്തു. 2009 ജനുവരിയിൽ സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനാണ് കരുളായി KM ഹയർ സെക്കൻഡറി സ്കൂളിൽ കനിവ് പദ്ധതിക്ക് തുടക്കമായത്. വിദ്യാർത്ഥികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, വസ്ത്രം എന്നീ രംഗങ്ങളിൽ താങ്ങാവുക എന്ന ഉദ്ദേശത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. തുടർന്ന് ഏപ്രിൽ 2010 മുതൽ മാർച്ച് 2011 വരെയുള്ള 92,998 രൂപ മിച്ചം വരുന്ന വരവ് ചെലവ് കണക്കുകളാണ് ഭാരവാഹികൾ അവതരിപ്പിച്ചത്. അയ്യപ്പ ഭക്തർ ഒരുക്കിയ രണ്ടാമത് ദേശവിളക്കിന് കരുളായി ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിൽ തുടക്കമായി. ചടങ്ങുകൾക്ക് ഗുരുസ്വാമി പരമേശ്വരൻ കാവനൂർ നേതൃത്വം നൽകി. ഇന്ന് രാവിലെ 4 മണിക്ക് ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ദേശവിളക്കിൽ 12 മണിക്ക് ഉച്ചപൂജ, കേളികൊട്ട്, പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് പുറമെ വൈകുന്നേരം 6:30 ദീപാരാധനയും 7 മണിക്ക് കരിമ്പിൽ രാധാകൃഷ്ണൻ മാസ്റ്ററുടെ മതപ്രഭാഷണവും നടന്നു. തുടർന്ന് 7:30 സമൂഹ സദ്യയും സംഘടിപ്പിക്കും. 8 മണിക്ക് വിളയിൽ പറവൂർ ചന്ദ്രൻ ആൻഡ് പാർട്ടിയുടെ തായമ്പകയും നടന്നു. രാത്രി 10 മണി മുതൽ 12 മണി വരെ അയ്യപ്പൻ പാട്ട്, പുലർച്ചെ 12 മണി മുതൽ 2 മണി വരെ കനലാട്ടവും, 2 മണി മുതൽ 4 മണി വരെ പൊലിപ്പാട്ട്, 4 മണി മുതൽ 6 മണി വരെ തിരിയൊഴിച്ചിലും, 6 മണിക്ക് ഗുരുതി ദർപ്പണത്തോടെ ദേശവിളക്കിന് സമാപനമാകും. ചടങ്ങുകൾക്ക് കൺവീനർ ഗോപാലകൃഷ്ണൻ, ചെയർമാൻ ഡോക്ടർ രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സേതുമാധവൻ, കടമ്പത്ത് ഉണ്ണി, വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ സബ് ജില്ലാ കലോത്സവത്തിൽ UP വിഭാഗം സംസ്കൃതോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ പൂക്കോട്ടുംപാടം AUP സ്കൂളിലെ പ്രതിഭകളെ അനുമോദിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പൂക്കോട്ടുംപാടം ടൗണിലേക്ക് ആഹ്ലാദ പ്രകടനവും നടത്തി. 12 A ഗ്രേഡുകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഓവറോൾ കിരീടം സമ്മാനിക്കുന്നു. PTA പ്രസിഡന്റ് നസീർ ബാബു, MTA പ്രസിഡന്റ് സറീന, ഹെഡ് മിസ്ട്രസ് യൂസഫ് സിദ്ദീഖ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബിജു, രാധാകൃഷ്ണൻ, സുരേന്ദ്രൻ, ഫസൽ ഹക്ക്, രാധാലക്ഷ്മി, ഉഷാകുമാരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞയാഴ്ച നടന്ന സബ് ജില്ലാ ഗണിതമേളയിലും LP വിഭാഗത്തിൽ പൂക്കോട്ടുംപാടം AUP സ്കൂൾ ഓവറോൾ കിരീടം നേടി. കൂലി വർധനവിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഹെഡ് ലോഡിംഗ് തൊഴിലാളികൾ സംയുക്തമായി പണിമുടക്ക് നടത്തുന്നു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ കിഴക്കേത്തല ടൗൺ കേന്ദ്രീകരിച്ച് 20ഓളം തൊഴിലാളികളാണ് 2 ദിവസമായി ലോഡ് ഇറക്കാതെ സമരം നടത്തുന്നത്. ഇന്ന് രാവിലെ പല ചെറുകിട ഹോൾസെയിൽ കടകളിലും ചരക്കുകൾ വന്നെങ്കിലും തൊഴിലാളികൾ ലോഡ് ഇറക്കാൻ തയ്യാറായില്ല. ഇതുമൂലം കട ഉടമകൾ തന്നെയാണ് ചരക്കിറക്കിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നിലവിലെ കയറ്റിറക്ക് കൂലി പ്രശ്നം ഇവിടെ രൂക്ഷമാണ്. കഴിഞ്ഞ 9ാം മാസത്തിൽ തൊഴിലാളികൾ നിലവിലെ കൂലി വ്യവസ്ഥ മാറ്റുവാൻ വ്യാപാരികളോടും മറ്റ് അധികൃതരോടും ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 3 വർഷം മുമ്പത്തെ കൂലിയാണ് ഇന്നും തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ആരോപണം. വാർഡ് മെമ്പർ ചരക്കുകൾക്ക് 60% വരെ വർധനമാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. 3 വർഷമായി ചില്ലറയായിട്ടുള്ള കൂലി പുതുക്കി കിട്ടണം. അതിന് വ്യാപാരികൾ നിലക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഞങ്ങൾ സമരത്തിലാണ്. 3 വർഷം മുമ്പേ ഇപ്പോൾ നിലവിലുള്ള കൂലിയാക്കി 3 വർഷം കഴിഞ്ഞിരിക്കണം. ഇതുവരെ പുതുക്കിയിട്ടില്ല. കത്തും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കത്തും സൂചിതൊക്കെ കൊടുത്താണ്. അതിനൊന്നും ഒരു തയ്യാറായിട്ടില്ല. 16-ാം തീയതി വരെ ചെയർമാന് നിലവിലെ കൂലിക്ക് പണിയെടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞു. അതുവരെ നിങ്ങൾ ക്ഷമിക്കും. എന്നിട്ട് 1-ാം തീയതി മുതൽ ശമ്പളം കൂലി വർധന ഞാൻ വാങ്ങിത്തരാൻ തയ്യാറാണ്. ഹാർഡ്വെയർ ചരക്കുകൾക്ക് 60% വരെ വർധനവാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ 1 ചാക്ക് സിമന്റ് ഇറക്കിയാൽ 3 രൂപയിൽ കുറവാണ് കിട്ടുന്നത്. ഇത് 6 രൂപയാക്കി ഉയർത്തണമെന്നാണ് തൊഴിലാളികൾ മുഖ്യമായും ആവശ്യപ്പെടുന്നത്. മറ്റ് അയൽ പഞ്ചായത്തുകളിൽ 50% കൂലി വർധനവ് ഇവിടെ അപേക്ഷിച്ച് ഉണ്ടെന്നും
വ്യാപാരികളുടെ വാശിപിടുത്തമാണ് ഇവിടുത്തെ കൂലി വർധനവ് നിലവിൽ വരാത്തതെന്നുമാണ് തൊഴിലാളികൾ പറയുന്നത്. എന്നാൽ ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയാത്ത കൂലി വർധനവാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നതെന്നും ന്യായമായ കൂലി നൽകുവാൻ തയ്യാറാണെന്നും മുന്നറിയിപ്പില്ലാതെ സമരം നടത്തുന്നത് അച്ചടക്ക ലംഘനമാണെന്നുമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പറയുന്നത്. അല്ലാതെ ഇവിടേക്കായിട്ട് പ്രത്യേകിച്ചൊരു ഒരു വിഷയത്തിലെ സംഘടന എന്നുള്ള രീതിയിൽ എന്താ നമ്മളതിന് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അവർ 200% വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട നോട്ടീസ്. അപ്പം അത് താങ്ങാൻ കഴിയില്ല. ഉപഭോക്താക്കൾക്ക് വലിയൊരു വർധനവ് വരുന്ന രൂപത്തിലുള്ള ഒരു വർധനവ് നമുക്ക് താങ്ങാൻ കഴിയില്ല. നമുക്ക് ഉപഭോക്താക്കളുടെ പ്രതിബദ്ധതയ്ക്ക് അനുസരിച്ച് അവരിൽ നിന്ന് വാങ്ങിയാണ്ട് ഇവർക്ക് കൊടുക്കേണ്ട ഒരു സംവിധാനം നമ്മളെത്തില്ല. കഴിഞ്ഞ ദിവസം ഹെഡ് ലോഡിംഗ് ലേബർ ക്ഷേമനിധി ചെയർമാന്റെ ചേംബറിൽ ഇതുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിൽ ചെയർമാൻ തൊഴിലാളികൾ വെച്ച ഭാരിച്ച കൂലി വർധനവ് അംഗീകരിക്കുവാൻ കഴിയില്ലെന്ന് അറിയിച്ചിരുന്നതായാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ പഞ്ചായത്ത് നേതാക്കൾ പറയുന്നത്. ഭക്ഷ്യസാധനങ്ങൾ കയറ്റിറക്ക് ചെയ്താൽ 27% വരെ നിലവിലെ കൂലിയിൽ നിന്നും വർധനവ് വരുത്താം. ഹാർഡ്വെയർ ചരക്കുകൾക്ക് 40%. എന്നാൽ തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നത് ഇതിലും കൂടുതലാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കൾ പലതവണ ചർച്ച നടത്തിയിട്ടും പ്രശ്നം തീർന്നിട്ടില്ല. പല ചരക്കുകളും ഇറക്കുവാൻ തൊഴിലാളികളില്ലാത്തത് കാരണം മടങ്ങിപ്പോവുകയാണ്. ചർച്ച ഇന്നും നടക്കുന്നുണ്ട്. കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രതീക്ഷ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ. മാനസിക വൈകല്യം മൂലമോ ശാരീരിക വൈകല്യം മൂലമോ ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത വീട്ടുകാർക്ക് ഭാരമായി തീർന്നിട്ടുള്ള നമ്മുടെ പിഞ്ചോമന മക്കൾ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പ്രത്യേകിച്ച്, ഈ കുട്ടികളുടെ ഏതേത് തരത്തിലുള്ള ഒരു ഉന്നമനമാണ് നമുക്ക് സാധ്യമാവുക എന്നുള്ള അന്വേഷണമാണ് പ്രതീക്ഷ. കരുളായി പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി കരുളായി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബികാദേവി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫാത്തിമ സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ പാലിയേറ്റീവ് സെക്രട്ടറി ടി.പി. അബ്ദുൽ ഹമീദ്, കെ.എം. ബഷീർ, വാർഡ് മെമ്പർമാരായ അലി അക്ബർ, മിനി, നാസർ, ടി.പി. സിദ്ദീഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുക എന്നതാണ് പ്രതീക്ഷ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കാലാവസ്ഥാ മാറ്റവും ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാനക്കാരുടെ വരവും ജില്ലയിൽ പകർച്ചവ്യാധികളായ H1N1 പകരാൻ സാധ്യതയുള്ളതായി റിപ്പോർട്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ സക്കീൻ അറിയിച്ചു. തൊണ്ടവേദന, ചുമ, മൂക്കുചുറ്റൽ എന്നിവ കൂടുതലായുള്ളവർ ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കു ചുറ്റുമ്പോഴും തൂവാല കൊണ്ടോ കൈകൊണ്ടോ മറച്ചുപിടിച്ച് ഉമിനീർ കണങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാതെ സൂക്ഷിക്കണം. ഗർഭിണികൾ, കുട്ടികൾ എന്നിവരിൽ H1N1 പനി എളുപ്പം പകരാൻ ഇടയുള്ളതിനാൽ ഇവരെ പ്രത്യേകം പരിഗണിച്ച് ചികിത്സിക്കണം. ശബരിമല സീസൺ കണക്കിലെടുത്ത് കുറ്റിപ്പുറം, വളാഞ്ചേരി, തവനൂർ എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ബോധവൽക്കരണ പരിപാടികൾ നടത്തും. മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഐസ് ചേർത്തുള്ള ശീതളപാനീയങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. 4 രാപ്പകലുകൾ കലയുടെ വസന്തം തീർത്ത വണ്ടൂർ ഉപജില്ലാ കലോത്സവം സമാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ LP വിഭാഗത്തിൽ തിരുവാലി GLP സ്കൂൾ 48 പോയിന്റ് നേടി ഓവറോൾ കിരീടം കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിലെ കിരീടത്തിനായി തിരുവാലി GHSസും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വണ്ടൂർ VMC GHSും UP വിഭാഗത്തിൽ വണ്ടൂർ GGVHSസും മുന്നേറ്റം തുടരുന്നു. 4 ദിവസം നീണ്ടുനിന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവം തുടരുകയാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 64 മത്സരങ്ങളിൽ 54 മത്സരങ്ങളുടെ ഫലം പുറത്തു വന്നപ്പോൾ 113 പോയിന്റ് നേടി GHSS തിരുവാലി മുന്നേറ്റം തുടരുകയാണ്. 94 പോയിന്റ് നേടി GHSS കരുവാരക്കുണ്ടും 88 പോയിന്റ് നേടി VMC GHSS വണ്ടൂരും തൊട്ടുപിന്നിലുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 64 മത്സരങ്ങളിൽ 50 മത്സരങ്ങളുടെ ഫലം പുറത്തു വന്നപ്പോൾ 109 പോയിന്റ് നേടി VMC GHSS വണ്ടൂർ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ്. 95 പോയിന്റ് നേടി ആതിഥേയരായ GHSS വാണിയമ്പലം, 77 പോയിന്റ് നേടി GHSS തിരുവാലി എന്നിവർ തൊട്ടുപിന്നിലുണ്ട്. UP വിഭാഗത്തിൽ 30 മത്സരങ്ങളിൽ 25 മത്സരങ്ങളുടെ ഫലം പുറത്തു വന്നപ്പോൾ 55 പോയിന്റ് നേടി GGVHSS വണ്ടൂർ മുന്നിട്ട് നിൽക്കുന്നു. 53 പോയിന്റ് നേടി GHSS തിരുവാലിയും 50 പോയിന്റ് നേടി GHSS കരുവാരക്കുണ്ടും തൊട്ടുപിന്നിലുണ്ട്. LP വിഭാഗത്തിൽ എല്ലാ മത്സരങ്ങളും പൂർത്തിയായപ്പോൾ 48 പോയിന്റ് നേടി GLPS തിരുവാലി ഓവറോൾ ജേതാക്കളായി. 43 പോയിന്റ് നേടി CKAGLPS വാണിയമ്പലം രണ്ടാം സ്ഥാനവും 30 പോയിന്റ് നേടി വെള്ളാമ്പുറം ALP സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി. മത്സരങ്ങൾ ഏറെ വൈകിയും തുടരുകയാണ്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്കു ശേഷം.